അതുൽ രാജനെ അമ്മ മടിയിലിരുത്തും. തോളിലേക്ക് ചാരിക്കിടത്തി ലാളിക്കും. വാത്സല്യത്തിന്റെ ആനന്ദം അവൻ ഒരു നോട്ടത്തിൽ അവസാനിപ്പിക്കും. 13 വയസ്സുണ്ട്. കാലം ചെല്ലുന്തോറും ശാരീരിക പ്രയാസങ്ങൾ ഏറി വരികയാണ്. കാലുകൾ കൂടി നിലത്ത് ഉറയ്ക്കാതായതോടെ മുഴുവൻ സമയവും കിടപ്പാണ്. ജോലിക്ക് പോകുന്നത് നിർത്തി അമ്മ അവന് ഊണിലും ഉറക്കത്തിലും കൂട്ടിരിക്കുകയാണ്. നടക്കുമായിരുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു, നമുക്ക് കൂടെ കൊണ്ട് നടക്കാമെന്ന് വെക്കായിരുന്നു. എന്നാലും എൻ്റെ കുഞ്ഞിനൊന്നും ഈ ലോകത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. എന്തിനു ഇങ്ങനെ ഒരു കുഞ്ഞിനെ പിന്നെ നമ്മൾ നോക്കുമെന്ന് അറിയാവുന്ന കൊണ്ടായിരുന്നായിരിക്കും. അതുകൊണ്ട് ഞാനും എൻ്റെ കുഞ്ഞും 24 മണിക്കൂർ ഇതിനകത്ത്. പത്തനംതിട്ട എഴുമറ്റൂർ പാലക്കൽ ഉപ്പുമക്കൽ കോളനിയിൽ സേഫ്റ്റി ടാങ്കിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച ഒറ്റമുറി കൂരയാണ് അതുലിന്റെ ലോകം. കത്തുന്ന വേനൽ ചൂടിൽ ചെറുകാറ്റ് കിട്ടാൻ അതുലിനൊരു ഫാൻ പോലും കിട്ടിയത് കഴിഞ്ഞ ദിവസമാണ്. കൂലിപ്പണിക്കാരനായ രാജുവിൻ്റെയും സുധയുടെയും 2 മക്കളിൽ ഇളയവനാണ് ഓട്ടിസം ബാധിതനായ അതുൽ. പകൽ ചൂടിൽ വെന്തുരുകുന്ന കൂരയിൽ നിന്നും ഒരു വീട്ടിലേക്ക് മാറാനുള്ള ഈ പട്ടികവർഗ കുടുംബത്തിന്റെ ആഗ്രഹം ലൈഫ് പദ്ധതിയുടെ പട്ടികയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എങ്ങനെയാലും പെരയൊന്നും തല്ലി കൂട്ടിയിരുന്ന എങ്ങനെയാലും ഇവിടെ നിന്ന് പോയേനെ. മുറ്റത്ത് നിന്നിറങ്ങിയ ഓട്ടോയെന്ന് മുറ്റത്തോട്ട് ഇറങ്ങി പെരക്കകത്തോട്ട് കയറിയാൽ മതി. അതുപോലെ സൗകര്യത്തിനാണ് ഇത്. ഇപ്പം ഇതിലേ പോണ ഈ കുഞ്ഞ് നമ്മൾ എടുത്ത് എളിയെ വെക്കുമ്പോഴല്ലോ കാലിലുണ്ട് ഇങ്ങിയിരിക്കും. ആ കയ്യാലേൽ പിടിച്ച് ഈ ഭിത്തിയേൽ പിടിച്ച് വേണം കൊണ്ടുപോകാൻ. റോഡിൽ നിന്നും കൂരയിലേക്ക് അധിക ദൂരമില്ലെങ്കിലും എത്തിച്ചേരുക പ്രയാസകരമാണ്. വീടെന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ അവർ 5 സെന്റ് ഭൂമി സ്വന്തമായി വാങ്ങി. ലൈഫിൽ വീട് അനുവദിക്കപ്പെട്ടതോടെ മാസങ്ങൾക്ക് മുൻപ് അവിടെ തറക്കല്ലിടാൻ വാനമെടുത്തുവെങ്കിലും പണി തുടങ്ങാനായില്ല. അതേസമയം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട കാലാവധി കഴിയുന്നതോടെ ലൈഫ് പദ്ധതിയിൽ ഇവർക്ക് പണം ലഭ്യമായി തുടങ്ങുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം PT രജീഷ് കുമാർ പ്രതികരിച്ചു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.